എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയെക്കുറിച്ചാണ്. അതായത് ഒട്ടനവധി ആൾക്കാർ എറണാകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും പല കാര്യങ്ങൾക്കായി നഗരത്തിലെത്തുമ്പോൾ അവരിൽ ഏറിയ പങ്കാൾക്കാരും ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെത്തി കുറച്ചു സമയം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ ദേവാലയം കുറച്ച് നാളുകളായി അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളും നമുക്കറിയാവുന്നതാണ്. അതായത് അതിലെ വിശ്വാസികൾ ചേരിതിരിഞ്ഞ് രണ്ട് ഭാഗമായി വല്ലാത്തൊരു സാഹചര്യം ദേവാലയത്തിൻ്റെ അകത്തും പുറത്തും സൃഷ്ടിച്ച്, എന്തിനേറെ പറയുന്നു, വിശ്വാസികളും വൈദികരും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത തിരുമേനിമാരും ചേർന്നുള്ള ഒരു കൂട്ട സംഘടനകൾ ഉണ്ടായത് കാരണം ആ ദേവാലയം കോടതി വിധിയിലൂടെ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഈയിടെയായി ചില സന്ധി സംഭാഷണങ്ങളിലൂടെ ആ ദേവാലയം തുറക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സംഭവം ഈ ദേവാലയത്തിൽ സംഭവിച്ചത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത് വിശ്വാസികൾക്കാണ്. ഒരിക്കലും ഇങ്ങനെ പൂജാക്രമത്തിൻ്റെ പേരിൽ ഒരു ദേവാലയത്തിനുള്ളിലും പുറത്തും ഇങ്ങനെയുള്ളൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതും എറണാകുളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൽ ഇത് വളരെ നാണം കെട്ട ഒരു സാഹചര്യമായിപ്പോയി. മറ്റു മതസ്ഥരുടെ ഫ്രണ്ടിൽ ഈ വിശ്വാസികൾ തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഇതുമൂലമുണ്ടായി. ഇനിയെങ്കിലും അത് ഉണ്ടാകാതിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സഹനശക്തിയും ആ പുണ്യപുരുഷൻ്റെ സ്നേഹത്തിലും കൂടി വളർന്നു വന്ന ഒരു സഭയാണ് ക്രിസ്തീയ സഭ. ആ ക്രിസ്തീയ സഭ അനുദിനം ഓരോ മേഖലകളിലും വളർച്ചയുടെ പാത പിന്തുടരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും പല ക്ലേശങ്ങളും സഹിച്ച് ആ പഴയ ക്രമങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിലൂടെ ചില മാറ്റങ്ങൾ നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ്. എന്നാൽ ദുഃഖകരമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. ഇതിലേറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായത് ഈവൻ സ്ത്രീകൾ വരെ ഈ സമരത്തിൽ ഇടപെട്ട് അവരും ചേരികളായി തിരിഞ്ഞു നിന്ന് അവിടെ ഉണ്ടാക്കിയ അനിഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള ഒരു ആവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചാലും അതിനുവേണ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സഭാധ്യക്ഷന്മാരും പുരോഹിതരും വിശ്വാസികളുമാണ്. നമ്മൾ തല്ലുകൂടി നമ്മളെന്ത് ക്രമീകരണമാണ് നടത്തുന്നത്? ഈ ക്രമീകരണത്തിൽ കൂടി എന്ത് സമാധാനം, എന്ത് ഫലമാണ് നമുക്ക് കിട്ടുന്നത്? ഓരോ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഈ ഒരു മാർഗത്തിൽ കൂടെ ആയിരിക്കണം പ്രാർത്ഥന നടത്തേണ്ടത്, അല്ലെങ്കിൽ കുർബാന നടത്തേണ്ടത്. ഇതെല്ലാം നിഷ്കർഷിക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യങ്ങളല്ല. കാലാകാലങ്ങളിൽ നടന്നു വന്നതിൽ ഒരു മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിൽ പല ബുദ്ധിമുട്ടുകളെ നാം തരണം ചെയ്യണം. എപ്പോഴും ഒരു ക്രമീകരണം ഉണ്ടാകുമ്പോൾ, അതിന് മാറ്റം ഉണ്ടാകുമ്പോൾ അത് വിശ്വാസികളും കൂടി അംഗീകരിക്കുന്ന തരത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ
അത് സമാധാനപരമായി പ്രായോഗികമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ബസലിക്കായിൽ, അതായത് ഇതിൻ്റെ പേരിൽ നടന്ന ഒട്ടനവധി സമരങ്ങളും ആ സമരങ്ങളെ വലിച്ചിഴച്ച് കോടതി വരാന്തയിൽ വരെ എത്തിച്ചതും വളരെ ദൗർഭാഗ്യകരമാണ്. ഇനിയെങ്കിലും അതുണ്ടാകാതിരിക്കട്ടെ. വിശ്വാസികൾക്ക് ആ ദേവാലയം തുറന്നു കൊടുക്കുക, അവർ കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു ആരാധനാലയമാണ്. അവിടെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് വിശ്വാസികൾ സൃഷ്ടിക്കേണ്ടത്. അതിനുവേണ്ടി അവിടെ ഒരു അശാന്തി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഈ വിശ്വാസികൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. സംഭവിച്ചത് സംഭവിച്ചു. ഇനി അങ്ങനെയുള്ളൊരു സംഭവവികാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ വിശ്വാസികളും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നമ്മൾ കഴിയുന്നതും എത്ര സമാധാനപ്രിയരാകുന്നോ അത്ര കണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നതും അതുതന്നെയാണ്. സമാധാനവും സഹനശക്തിയും ആരിലുണ്ടെങ്കിലോ ആരിൽ ഉണ്ടായാലും അവർക്ക് ഏത് തരത്തിലുള്ള പ്രാർത്ഥന അവർക്ക് സ്വയം നടത്താൻ, അത് പൂജാക്രമങ്ങളിൽ കൂടെയോ എന്താണോ അതിനു വേണ്ടി എന്താണ് നേട്ടം കൊയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. എനിവേ, ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ എല്ലാ വിശ്വാസികളും ശ്രമിച്ചാലും അതിലുപരി ആ സഭയുടെ മേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും മറ്റൽമായക്കാരും ശ്രദ്ധാപൂർവം ഇവയെ കൈകാര്യം ചെയ്ത് എന്നും എപ്പോഴും ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചാലും. വളരെ ദുഃഖമാണ്. ഞാനും ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ നിന്നും ജനിച്ച ആളാണ്, വിശ്വാസിയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളുണ്ടായതിൽ അതിയായി ഖേദിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.